പ്രണയം. രചന പൗർണമി. അവതരണം മിത്രവിന്ദ. ആ കൊച്ചെന്താ ധ്രുവി ഒന്നും പറയാതെ പോയത്? കുളി കഴിഞ്ഞ് താഴേക്ക് വന്ന ധ്രുവിയോടായി ഗായത്രി ചോദിച്ചു. അവരുടെ ആ ചോദ്യത്തിൽ അവൻ ഒന്ന് പതറി. എനിക്കെങ്ങനെ അറിയാം? അമ്മ തന്നെ പോയി അവളോട് ചോദിക്ക. ധ്രുവി കൃത്രിമ ദേഷ്യം വരുത്തി തീർത്തു പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിച്ചതുപോലെ തന്നെയാ. നീ അവളെ എന്തോ പറഞ്ഞിട്ടുണ്ട്. എന്റെ കൊച്ചെന്ത് സന്തോഷത്തിൽ വന്നതാ. നീ അതിനെ വഴക്കു പറഞ്ഞു. അതിന്റെ സന്തോഷം തല്ലിക്കെടുത്തി കാണും. ഗായത്രി ധ്രുവിയോട് ദേഷ്യപ്പെട്ട് പറഞ്ഞതും അവനും ദേഷ്യം വന്നു. സത്യത്തിൽ ഇനി അവളെ അനാവശ്യമായി വഴക്കു പറയരുത് എന്നൊക്കെ കരുതിയതാ. പക്ഷെ അപ്പോഴത്തെ സിറ്റുവേഷനിൽ അങ്ങനെ ആയിപ്പോയതാണ്. ധ്രുവി മനസ്സിൽ ഓർത്തു. അപ്പോഴേക്കും അച്ചുവും വന്നു. ഗായത്രി ധ്രുവിയെ കുറ്റപ്പെടുത്തി അച്ചുവിനോടും സംസാരിക്കുന്നുണ്ട്. അതിനൊപ്പം ഇന്ന് കോളേജിൽ വെച്ചുണ്ടായതൊക്കെ പറഞ്ഞ് അഭിമാനത്തോടെ അവന്റെ മുമ്പില് വിവരിക്കുന്നുമുണ്ട്. അമ്മയുടെ ഇപ്പോഴത്തെ ഭാവമൊക്കെ കണ്ടാല് അവൾ അമ്മയുടെ മോളും ഞാൻ അപ്പുറത്തെ വീട്ടിലെ ചെക്കനും പോലെയാണ്. ആദ്യം അയച്ചു കൊടുത്ത വീഡിയോ അച്ചുവിനെ കാണിക്കുകയാണ് ഗായത്രി. അവനും ഒരു ചിരിയോടെ എല്ലാം കാണുന്നുണ്ട്. എന്റെ കുട്ടി നല്ല മിടുക്കിയാ അല്ലേ മോനെ? അച്ചുവിനോട് ചോദിക്കുവാണ് ഗായത്രി. ഓ, അത്ര വലിയ മിടുക്കിയൊന്നുമല്ല. അസൂയോടെ പറയുന്നവനെ അതിശയത്തോടെ നോക്കി അച്ചുവും ഗായത്രിയും. ഇന്ന് ആദ്യമൊക്കെ തറവാട്ടിലേക്ക് പോവാണ്. അവിടെയാണ് അവരുടെ ഓണാവധി ദിവസങ്ങളും ഓണാഘോഷവുമൊക്കെ. മുത്തശ്ശിക്കത് നിർബന്ധമാണ്. ഇന്നേക്ക് 5-ാം നാൾ തിരുവോണമാണ്. അവിട്ടത്തിനാണ് മുത്തശ്ശിയുടെ പിറന്നാള്. ഈ വർഷം സപ്തതിയാണ് മുത്തശ്ശിയുടെ. ആ ഒരു പ്രത്യേകത കൂടി ഈ ഒരു ഓണക്കാലത്തിനുണ്ട്. രാവിലെ തന്നെ തറവാട്ടിലേക്ക് തിരിക്കുന്നുമുണ്ട്. ഗായമ്മയോട് യാത്ര പറയാൻ ധ്രുവിയുടെ വീട്ടിലേക്ക് വന്നതാണ് ആദു. വളരെ മടിയുണ്ട് ഇവിടേക്ക് വരാൻ. പക്ഷെ ഗായമ്മയോട് യാത്ര പറയാതെ പോകാനും കഴിയില്ല. അത് തനിക്കും ഗായമ്മയ്ക്കും ഒരുപോലെ വിഷമമാകും. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ധ്രുവയുടെ ബൈക്ക് അവിടെ ഉണ്ടോന്ന് പാളി നോക്കി ആദു. പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന അവന്റെ ബൈക്ക് കണ്ടൊന്ന് പരവശപ്പെട്ടു പോയി. ഇന്നലത്തെ രംഗങ്ങളാണ് മനസ്സിൽ വരുന്നത്. ഈശ്വര, ആ വിശ്വാമിത്രന്റെ കണ്ണിപ്പെടാതെ എന്നെ കാത്തോളണേ. അത്രമേൽ ആത്മാർത്ഥതയോടെ അവൾ പ്രാർത്ഥിച്ചു. പക്ഷേ ഹോളിലേക്ക് നോക്കിയപ്പോൾ തന്നെ കണ്ടത് പത്രത്തിലേക്ക് ഊളിയിട്ട് കിടക്കുന്ന ധ്രുവിയെയാണ്. അകത്തേക്ക് കയറാനോ തിരിഞ്ഞോടാനോ കഴിയാത്ത വിധം ആദു പെട്ടുപോയി. ധ്രുവി അവളെ കണ്ടില്ല എന്നുള്ള ധാരണയില് പുറത്തുകൂടി അടുക്കള വശത്തേക്ക് പോയി ഗായമ്മയെ കാണാന്ന് കരുതി പമ്മി തിരികെ നടക്കാൻ തുടങ്ങി അവൾ. ഏയ് ആദൂസ്, ഇതെന്താ കയറാതെ പോകുന്നേ? അച്ചു ചോദിച്ചതും അവളുടെ കാലുകൾ വിലങ്ങിട്ടതുപോലെ നിന്നു. ഈശ്വര, എനിക്ക് നല്ല സമയമാണ് തോന്നുന്നു. ബമ്പറെടുത്ത് നോക്കണം. മനസ്സിൽ പിറുപിറുത്തുകൊണ്ട് അച്ചുവിനെ നോക്കിയൊരു ചമ്മിയ ചിരി ചിരിച്ചവൾ. അറിഞ്ഞോ അറിയാതെയോ കണ്ണുകൾ ഒരുവനിലേക്ക് പാളി വീണു. ആ മുഖത്തെ ഭാവങ്ങൾ അറിയുവാൻ. ആ സമയം തന്നെയാണ് അച്ചു പറയുന്നത്. കേട്ടുകൊണ്ട് ധ്രുവി പത്രത്താളിൽ നിന്നും തല ഉയർത്തി നോക്കുന്നത് രണ്ടാളുടെ നോട്ടങ്ങൾ തമ്മിൽ ഉടക്കി. ഇരുവരും ഒന്ന് പതറി. തലേന്നത്തെ സംഭവം ഇരു മനസ്സുകളിലേക്കും ഒരുപോലെ ഇരച്ചെത്തിയതും രണ്ടാളുടെയും മുഖത്തൊരു ജാളിത പോലെ. ആദൂസ്, കൺഗ്രാറ്റ്സ്. പ്രസംഗമൊക്കെ കണ്ടു. സൂപ്പറായിരുന്നു കേട്ടോ. നേരിട്ട് കാണുമ്പോൾ അഭിനന്ദിക്കാന്ന് കരുതിയാ ഞാൻ നിന്നെ വിളിക്കാതിരുന്നത്. അച്ചു പറയുമ്പോൾ ധ്രുവി അവനെയും ആദൂനെയും ഒന്ന് നോക്കി. നല്ല സൗഹൃദത്തിലാണ് ഇരുവരുടെയും സംസാരം. ഞാനൊഴികെ എല്ലാവരുമായും അവൾ നല്ല സൗഹൃദത്തിലാണെന്ന് സത്യം ധ്രുവി മനസ്സിലാക്കി. താങ്ക് യു അച്ചുവേട്ട, ഒരു ചിരിയോടെ അച്ചുവിനോട് പറഞ്ഞ അതു. ഇതുപോലൊരു നന്ദി പറയാനാണ് ഇന്നലെ മുഴുവനും ഈ ദുർവാസാവിനെ തേടി നടന്നത്. അച്ചോട്ടിനോട് പറഞ്ഞതുപോലെ ധ്രുവി സാറിനോട് സിമ്പിളായിട്ട് ഒരു നന്ദി പറയാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ആദു ആഗ്രഹിച്ചു പോയി. പക്ഷേ നന്ദി എന്ന രണ്ടക്ഷരത്തിൽ മാത്രം ഒതുക്കാൻ കഴിയുന്നതാണോ അദ്ദേഹത്തിനോടുള്ള കടപ്പാട്? ഒരിക്കലുമില്ല. ചിലതിൻ്റെയൊക്കെ മൂല്യം കൽപ്പിക്കാൻ കഴിയില്ല. എടി, നീ ഇതേത് ലോകത്താ? ഞാൻ ചോദിച്ച കേട്ടില്ലേ? അച്ചു തലയ്ക്ക് തട്ടിയപ്പോഴാണ് ആദുവിന് ബോധം വന്നത്. എന്താ അച്ചൂട്ട? ഞാൻ കേട്ടില്ല. ആദു പരിങ്ങിക്കൊണ്ട് പറഞ്ഞു. രാവിലെ ഒരുങ്ങിയൊക്കെ നിൽക്കുവാണല്ലോ. എവിടേക്കെങ്കിലും പോവാണെന്നാ ഞാൻ ചോദിച്ചത്. അച്ചു ചോദിക്കുമ്പോഴാണ് ധ്രുവയും അവളെ ശ്രദ്ധിക്കുന്നത്. എവിടേക്കോ പോകാൻ എന്ന പോലെ ഒരുങ്ങി നിൽക്കുകയാണ് ആദു. അമ്പലത്തിൽ വലുതുമാകൂന്ന് ധ്രുവി ചിന്തിച്ചു. ഞാൻ തറവാട്ടിലേക്ക് പോവാ അച്ചേട്ടാ.
ഞാനേ ഗായ്മയോട് യാത്ര പറയാൻ വന്നതാ. ആദു പറയുമ്പോ ധ്രുവി ആദുവിനെ കണ്ണുകൾ ഉയർത്തി നോക്കി. അവൾ പറഞ്ഞത് കേട്ടപ്പോ ഇടനെഞ്ചിലൊരു വിങ്ങല്. ആ, അപ്പോ ഓണം അവിടാണോ? അതെ അച്ചേട്ടാ. അവിട്ടത്തിന് മുത്തശ്ശിയുടെ സപ്തതിയുണ്ട്. കോളേജ് റീഓപ്പൺ ചെയ്യുന്നതിന്റെ തലേന്നേ വരുള്ളൂ. അല്ല, ഗായമ്മ ഇവിടില്ലേ? എന്റെ ശബ്ദം കേട്ടാൽ ഇവിടേക്ക് വരേണ്ടതാണല്ലോ. ആദു ചോദിച്ചു. പത്രത്താളിലേക്ക് നോക്കിയിരിക്കുവാണെങ്കിലും ഇരുവരുടെയും സംസാരം ശ്രദ്ധിക്കുകയാണ് ധ്രുവി. അപ്പച്ചയുടെ ബാക്ക്യാർഡിലുണ്ട്, ആ പച്ചക്കറിത്തോട്ടത്തില്. അച്ചു അവളോട് പറഞ്ഞു. ആണോ? ഞാനെങ്കിൽ ഗായമ്മയോട് പോയി പറഞ്ഞിട്ട് വരാം. പോകാൻ സമയായി. അച്ചോട്ടാ, പിന്നെ ഗായമ്മയുടെ കൂടെ തറവാട്ടിലേക്ക് വരണേ. അച്ഛയും അമ്മയൊക്കെ ക്ഷണിക്കാൻ വന്നപ്പോഴേ ഏട്ടനിവിടെ ഇല്ലായിരുന്നു. ആദു അച്ചുവിനോട് പറഞ്ഞത് കേട്ടതും ധ്രുവി അവളെ ഒന്ന് നോക്കി. ലേശം അസൂയുള്ളതുപോലെ തോന്നി ധ്രുവിക്ക്. ഞാൻ വരാ ആദൂസേ, അച്ചു സന്തോഷത്തോടെ പറഞ്ഞു. സാറും വരണം. ഞാനെങ്കിൽ പോയി വരട്ടെ. ധ്രുവിയുടെ കണ്ണുകളെ നോക്കാൻ കഴിയാതെ നിലത്തേക്ക് കണ്ണുകൾ ഊന്നിയാണ് അവളുടെ പറച്ചില്. ധ്രുവി മറുപടിയൊന്നും പറഞ്ഞില്ല. അവൾ പ്രതീക്ഷിച്ചതുമില്ല. പക്ഷെ ഗായത്രിയുടെ അടുത്തേക്ക് നടന്നു പോകുന്നവളിലായിരുന്നു അവന്റെ കണ്ണുകൾ. അച്ചു അത് ശ്രദ്ധിക്കുകയും ചെയ്തു. വീടിന്റെ പിറകുവശത്തായി ചെറിയ ഒരു അടുക്കളത്തോട്ടമുണ്ട് ഗായത്രിക്ക്. വെണ്ടയും തക്കാളിയും മുളകും പാവലും കോവയ്ക്കയും ഒക്കെ വളരുന്ന സ്ഥലപരിമിതിയിൽ രൂപം കൊണ്ട കുഞ്ഞൊരു തോട്ടം. അവിടെ കളയൊക്കെ പറിച്ചു മാറ്റിയും വിളഞ്ഞ പച്ചക്കറികൾ വിളവെടുത്തുമൊക്കെ നിൽപ്പുണ്ട് ഗായത്രി. ഗായ്മേ! ആദു വിളിച്ചതും ഗായത്രി മുഖമുയർത്തി നോക്കി. ആഹാ, റെഡിയായോ അമ്മൂട്ടാ? ഗായത്രി അല്പം വിഷമത്തോടെയാണ് ചോദിച്ചത്. അവളെ പിരിയാന് അത്ര വിഷമം തോന്നുന്നുണ്ട് അവർക്ക്. ആ ഗായ്മേ, രാവിലെ തന്നെ അവിടെ എത്തിയേക്കണമെന്നാ മുത്തശ്ശിയുടെ ഓർഡർ. ലേറ്റായ പിന്നെ കുഞ്ഞു പിള്ളേരെ പോലെ പിണക്കവും പരാതിയൊക്കെയാ. 70 വയസ്സുകാരിക്ക് ഇപ്പൊ 7 വയസ്സിന്റെ സ്വഭാവമാ. മുത്തശ്ശിയെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോ അവൾ മറ്റെല്ലാം മറന്നുപോയി. ഗായത്രി അവൾ പറയുന്നൊക്കെ കേട്ട് ചിരിച്ചു നിൽക്കുവാണെങ്കിലും മനസ്സിൽ ഒരു വിഷമം. ഞാനിപ്പോ പോയിട്ട് വരാം ഗായ്മേ. സപ്തതിക്ക് നേരത്തെ തന്നെ എത്തിയേക്കണേ. ആദു അവരെ ഓർമ്മിപ്പിച്ചു. ആദുവും ഗായത്രിയും ചേർന്നാണ് വീടിന്റെ മുൻവശത്തേക്ക് നടന്നത്. സിറ്റൗട്ടിലുണ്ട് അച്ചുവും ധ്രുവിയും. ഗായത്രിക്ക് ഒരു ഉമ്മയും കൊടുത്തിട്ട് സിറ്റൗട്ടിലേക്ക് നോക്കി ആദു. ധ്രുവിയെ ഫേസ് ചെയ്യാനൊരു മടി. അച്ചോട്ടാ, ഞാൻ പോയി വരാം. സപ്തതിക്ക് വരണേ. പിന്നെ സാറും വരണേ. ധ്രുവിയെ നോക്കാതെ പറഞ്ഞൊപ്പിച്ച ആദു. ധ്രുവി ഒന്നും മിണ്ടിയില്ലെങ്കിലും അവൾ പറഞ്ഞത് കേട്ടുകൊണ്ട് അവളെ ഒന്ന് നോക്കിയവൻ. ധ്രുവിയുടെ പ്രതികരണം ശ്രദ്ധിക്കാതെ ആദു തിരിഞ്ഞു നടന്നു. ഗായത്രിയും അവൾക്കൊപ്പം പോയി. ഗായത്രിയെ കെട്ടിപ്പിടിച്ച് ഇരുകവളിൽ ഉമ്മ വെച്ച് കാതു. ആദു. ഗായത്രിയും അവളുടെ മുഖമാകെ ചുംബനം കൊണ്ട് പൊതിഞ്ഞു. ആദു കാറിലേക്ക് കയറി. ഗായത്രിയോട് യാത്ര പറഞ്ഞ് വിശ്വനും സീതയും. വിശ്വൻ കാറ് മുന്നോട്ടെടുത്തു. അവരുടെ കാറ് കണ്ണിൽ നിന്നും മറയുന്നതുവരെയും ഗായത്രി അവരെ നോക്കി നിന്നിരുന്നു. ശേഷം വീട്ടിലേക്ക് തിരിച്ചു വന്നത്. നേരം കടന്നു പോയിക്കൊണ്ടിരുന്നു. ആദു പോയപ്പോൾ മുതൽ മനസ്സിനൊരു ശൂന്യത പോലെ തോന്നി ധ്രുവിക്ക്. പേരറിയാത്ത വേദനകൾ അവന്റെ ഇടനെഞ്ചിലേക്ക് ഇടിച്ചു കുത്തി വരുന്നതുപോലെ. ഇന്നലെ അവളെ വഴക്കു പറഞ്ഞ കുറ്റബോധവുമുണ്ട് ഒരു വശത്ത്. അവൻ മനസ്സിൽ നിറഞ്ഞ നൊമ്പരത്തെ കുറ്റബോധമെന്ന് സ്വയം ന്യായീകരിച്ചു. എന്നിട്ടും അസ്വസ്ഥതകൾ അവസാനിക്കാത്തതുപോലെ. റൂമിന്റെ വലതുഭാഗത്തുള്ള ജനലുകൾ ഒന്ന് തുറന്നിട്ട് ധ്രുവി. നേരെ കാണുന്നത് ആദുവിന്റെ വീടാണ്. ഇരുൾ മൂടി കിടക്കുന്നത് കൊണ്ട് സ്ട്രീറ്റ് ലൈറ്റിന്റെ നേരിയ വെളിച്ചത്തിൽ മാത്രമേ വീട് കാണാൻ കഴിയുന്നുള്ളൂ. കുറച്ചുനേരം ആ ഇരുളിൽ ഒളിച്ചിരുന്ന ആ സ്നേഹക്കൂട്ടിലേക്ക് കണ്ണുകൾ പായിച്ചങ്ങനെ നിന്ന് ധ്രുവി. എത്രയോ നേരം. ഫോൺ റിങ് ചെയ്തത് കേട്ടാണ് അവന് ബോധം വന്നത്. സ്ക്രീനിൽ നോക്കിയപ്പോൾ അമ്മയാണ്. കോൾ ആൻസർ ചെയ്തവൻ കാതിലേക്ക് വെച്ചു. നിനക്ക് കഴിക്കാനും കുടിക്കാനൊന്നും വേണ്ടേ ധ്രുവി? റൂമിൽ കയറി അടച്ചുകുത്തി ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയായി? നിനക്ക് വല്ല ധാരണയുണ്ടോ ഇതൊക്കെ? ആ പടി കയറി ഇറങ്ങാൻ വയ്യാത്തോണ്ടാ ഫോൺ ചെയ്തത്. വേഗം താഴേക്ക് വാ. നിനക്ക് ഫുഡ് തന്ന് അടുക്കള ഒതുക്കി എനിക്കൊന്ന് കിടക്കണോ എവിടെയും. ഗായത്രി പതിവില്ലാത്ത ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് ആ സംഭാഷണം അവസാനിപ്പിച്ചു. ജനൽ പതിയെ അടച്ചുകൊണ്ടവൻ താഴേക്ക് ഇറങ്ങിപ്പോയി. ഗായത്രി അവിടെ ഡൈനിങ് ടേബിളിൽ ഓരോന്ന് നിരത്തി തുടങ്ങിയിട്ടുണ്ട്. അവന്റെ സ്ഥിരം കസേരയിലേക്ക് ഇരുന്ന ധ്രുവി ചപ്പാത്തിയും മുട്ടക്കറിയും 3 പാത്രങ്ങളിലേക്ക് വിളമ്പുമ്പോഴും ഗായത്രിയുടെ മുഖം ഭയങ്കര ഗൗരവത്തിലാണ്. പതിവില്ലാത്ത മൗനവും
എല്ലാരും കഴിച്ചു തുടങ്ങി. ഡൈനിങ് ടേബിളിലെ നിശബ്ദതയെ ഭംഗിച്ചുകൊണ്ട് ഗായത്രിയുടെ ഫോൺ റിങ് ചെയ്തു. അത്ര നേരവും കാർ മൂടിയ പോലെ ഇരുന്ന മുഖം ഇപ്പോൾ പൂർണ്ണചന്ദ്രന്റെ ശോഭയിലാണ്. ധ്രുവി നെറ്റിച്ചുളിച്ച് ഗായത്രിയെ തന്നെ നോക്കുന്നുണ്ട്. വിശ്വന്റെ കാറ് ചെമ്പകമംഗലം തറവാടിന്റെ മുറ്റത്തെത്തി നിന്നു. വല്യമ്മാവനും അമ്മായിയും മുത്തശ്ശിയും ബാലമാമിയും അടുക്കളയിൽ സഹായത്തിന് നിൽക്കുന്ന ലീല ചേച്ചി വരെ പൂമുഖത്തായി അവരെ സ്വീകരിക്കാൻ നിൽപ്പുണ്ട്. തറവാട്ടിൽ എത്തിക്കഴിഞ്ഞ മറ്റൊരു ലോകത്തെത്തിയതുപോലെയാണ് ആദൂന്. ഗായമ്മയ്ക്കും അക്കുവിനും ഗാഥയ്ക്കും ഓരോ മെസ്സേജ് ഇട്ടിട്ട് അവൾ തറവാട്ടിലെത്തുമ്പോഴുള്ള പതിവ് തിരക്കിൽപ്പെട്ടുപോയി. സത്യം പറഞ്ഞ രാത്രിയിലാണ് അവൾ ഫോണൊന്ന് കൈകൊണ്ടെടുക്കുന്നത്. ഗായമ്മയുടെയും അക്കുവിന്റെയും ഗാഥയുടെയും മെസ്സേജുകൾ വന്ന് കിടപ്പുണ്ട്. എല്ലാം ഓപ്പൺ ചെയ്ത് റിപ്ലൈ കൊടുത്തു. അതിനുശേഷമാണ് ഗായമ്മയെ വിളിച്ചത്. ഗായമ്മേ. ആദു പതിവ് കൊഞ്ചലി വിളിക്കുമ്പോ അവളുടെ ആ വിളിയിൽ കുളിർന്നു പോയിരുന്നു ആ അമ്മയുടെ ഹൃദയം. ആദുവാണ് കോളിൽ നിന്ന് മനസ്സിലായതും. അത്ര നേരം തിടുക്കപ്പെട്ട് കഴിച്ചുകൊണ്ടിരുന്ന ഒരുവന്റെ കഴിപ്പിന്റെ വേഗം കുറഞ്ഞു. അവനെ ശ്രദ്ധിച്ചുകൊണ്ട് ചപ്പാത്തി പതിയെ കഴിക്കുകയാണ് അച്ചുവും. ഇപ്പോഴല്ലേ ഗായമ്മ ഓർക്കുന്നത്? രാവിലെ പോയ ആളല്ലേ, എത്തിയെന്നൊരു മെസ്സേജ് അല്ലാണ്ട് ഒന്ന് വിളിച്ചിട്ട് പോലും ഇല്ല. അമ്മൂട്ടാ നീയ്. ഗായത്രി ആദുവിനോട് പരിഭവിച്ചു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. സമയം കിട്ടാഞ്ഞിട്ടല്ലേ ഗായമേ? അല്ല, എന്റെ ഗായമ കരയാണോ? ഗായത്രിയുടെ ശബ്ദത്തിലെ പതർച്ച മനസ്സിലാക്കിക്കൊണ്ട് ആദു ചോദിച്ചു. ഗായത്രി ഒന്നും മിണ്ടിയില്ല. തൊണ്ടക്കുഴിയിൽ ഉരുണ്ടു കൂടുന്ന വേദനയെ അകത്തേക്കോ പുറത്തേക്കോ തള്ളാൻ കഴിയാതെ വിയർപ്പ് മുട്ടിയാണ് അവരുടെ നിൽപ്പ്. അവളോട് ഇങ്ങനെയൊക്കെ പറയാനുള്ള അവകാശം തനിക്കുണ്ടോ? അവളെ അമ്മയുടെ ഉദരത്തിൽ പിറന്ന നാൾ മുതൽ സ്നേഹിക്കുന്നവർക്കല്ലേ അവൾ മുൻഗണന കൊടുക്കേണ്ടത്. ഇവിടെ അവൾ ഒന്ന് വിളിക്കാൻ താമസിച്ചു പോയതിൽ തന്റെ ഹൃദയം ഇത്രയും വേദനിക്കുന്നത് എന്തിനാണ്? ഇതിനൊന്നും ഗായത്രിക്ക് ഉത്തരമില്ല. ഒന്നു മാത്രം അവർക്കറിയാം, അത്രമാത്രം ഇഷ്ടമാണ് അവളെ, തന്റെ ധ്രുവിയെപ്പോലെ. ഗായത്രി കണ്ണു തുടച്ചു. അതിനിടയിൽ ആദു കോൾ കട്ട് ചെയ്തു. അതേസമയം തന്നെ അവളുടെ നമ്പറിൽ നിന്നും വീഡിയോ കോൾ വീണ്ടും ഗായത്രിയുടെ ഫോണിൽ വന്നു. ഗായത്രി കോൾ അറ്റൻഡ് ചെയ്തു. ഗായമേ. ഒരുവളുടെ ശബ്ദം അവന്റെ കാതിലേക്ക് തുളച്ചു കയറും പോലെ എത്തി. അവന്റെ ഹൃദയം തരളിതമായി. അവളുടെ ഓരോ വാക്കും കേൾക്കുവാനായി അവന്റെ ഹൃദയം തുടികൊട്ടി. ഗായമക്ക് അറിയാണോ? സോറി, ഞാൻ തിരക്കായി പോയതാന്നേ. എന്റെ ഗായമ്മ എനിക്കങ്ങനെ മറക്കാൻ കഴിയോ? ആദുവിന്റെ വാക്കുകൾ ഗായത്രിയിലെ പരിഭവമോ വേദനയോ മായിച്ചു കളഞ്ഞു. ഗായത്രിയോട് സംസാരിച്ച ശേഷം അച്ചുവിനോടും അവൾ സംസാരിച്ചു. ആദു കോൾ കട്ട് ചെയ്തപ്പോൾ ഗായത്രിയുടെ ഹൃദയം ഒന്ന് ശാന്തമായി. പക്ഷേ തനിക്കുണ്ടാകുന്ന പതിവില്ലാത്ത മാറ്റങ്ങളുടെ കാരണമറിയാതെ ഒരു പരവേശത്തിലായിരുന്നു ധ്രുവി അപ്പോൾ. തുടരും. അപ്പോൾ ഒരു പാട്ട് കൂടി തന്നു. സപ്പോർട്ട് വേണേ. സ്നേഹത്തോടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.